ഹലോ, വെൽക്കം ടു സജീസ് ഫ്ലേവർ ടൈൽ. ഇന്ന് ചിക്കൻ ദോ പിയാസാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ദോ പിയാസ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് ഒത്തിരി മൂവ്മെൻ്റ് ഉള്ളൊരു ഐറ്റമാണ് ചിക്കൻ ദോ പിയാസ എന്ന നോർത്ത് ഇന്ത്യൻ ചിക്കൻ ഐറ്റം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, ലൈറ്റ് മസാലയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രത്യേകത മറ്റുള്ളതിന് വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഒനിയൻ സോട്ട് ചെയ്തിടുന്നു, ഒനിയൻ ക്യൂബും കൂടി ഇടുന്നു. അതിന് വേണ്ടി നമ്മൾ ഓയിൽ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ഇട്ടു. അതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊട്ടിക്കുക എന്ന് പറയില്ലേ, ടെമ്പറിങ്. അതിന് വേണ്ടിയത് ജീരകം, അല്പം ജീരകം, പിന്നെ ഉലുവ അതിട്ടതിന് ശേഷം ഒരു 4 ഒനിയൻ ചെറുതാക്കി നുറുക്കിയിട്ടിട്ട് നമ്മൾ സോട്ട് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം കണ്ടോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി കൂട്ടി അരച്ചായിരിക്കും. അത് മസാലകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒനിയൻ ഒരു 3/4 ഭാഗം ബ്രൗൺ ആകുമ്പോൾ ജിഞ്ചർ ഗാർലിക് ഒരു ചില്ലും കൂടി ഇട്ട് പേസ്റ്റ് ഇട്ടു ഇനിയും ബ്രൗൺ ആക്കിയതിന് ശേഷം നമ്മൾ മസാല അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മസാല 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, ജീരക പൗഡർ, ഗരം മസാല ഇതെല്ലാം ഇട്ട് ഒന്ന് സോട്ടായതിന് ശേഷം നമ്മൾ ഒരു 4 ടൊമാറ്റോ നമ്മൾ നല്ല കളറുള്ള അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊഴിച്ചു നമ്മളൊരു 3/4 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഗ്രേവി കുക്കാവാനായിട്ട് സമയമെടുക്കും. ഇത്ര തന്നെയുള്ള നമ്മൾ കാഷ്നട്ടോ അല്ലെങ്കിൽ ക്രീമോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കസൂരി മേത്തി ചിലവർ ഇടുന്നവരുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണെങ്കിൽ അവർ ഒനിയൻ ടൊമാറ്റോ ഗ്രേവി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഗ്രേവി വേണ്ടി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു കേട്ടോ. വളരെ ഈസിയാണ്. നല്ല ഇപ്പോൾ അതേ ഓയിൽ അല്പം പുറത്ത് വന്നു, നല്ല കളർ, നല്ല ഫ്ലേവറുണ്ട്. ഗരം മസാല കുറച്ച് മാത്രം നമ്മൾ ഇട്ടിട്ടുള്ളൂ, മറ്റുള്ളത് നമുക്ക് അവസാനം കുക്ക് ചെയ്യുമ്പോൾ ഇടാം. അപ്പോൾ ഗ്രേവി റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇടാം കേട്ടോ. ചിക്കൻ വലിയ പീസല്ല, ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നമ്മൾ അതും കൂടി ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്യും. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് ഓയിലൊക്കെ പുറമേ വന്നു. അതിനുശേഷം നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് അടിച്ച് ബീറ്റ് ചെയ്ത് അതിനൊപ്പം ഉപയോഗിക്കുന്നു. മട്ടനാണെങ്കിൽ നമ്മൾ മട്ടൺ മാരിനേറ്റ് ചെയ്യാനായിട്ട് ചില്ലി പൗഡറിൻ്റെ ഒപ്പം അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പൗഡറും തൈരും കൂട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. നമ്മൾ ചിക്കൻ ആയതുകൊണ്ട് മാരിനേറ്റ് ചെയ്ത് പ്രത്യേകം വെച്ചില്ല കേട്ടോ. നമ്മൾ ഗ്രേവി നല്ല ഫ്ലേവർ വന്നൊരുങ്ങി നല്ല മണമുണ്ട്. ഗ്രേവി നല്ല കാണാനും ഒക്കെ ഒരു രസമാണ്. ചിക്കൻ റെഡി ആയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കൊറിയൻ ലീവ്സ് ഇടണം. നമുക്ക് ഒനിയനും ഒക്കെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒനിയൻ ക്യൂബ്, തക്കാളി, ഒരു 3-4 ഗ്രീൻ ചില്ലിയൊക്കെ നമ്മൾക്ക് അല്പം ബട്ടറിലിട്ട് സോട്ട് ചെയ്തിട്ട് കേട്ടോ. സോട്ട് ചെയ്തിട്ട് നല്ല ഫ്ലേവർ കിട്ടും. ഇത് തന്നെയാണ് ദോ പ്യാസ എന്ന് പറയാനായിട്ടുള്ള കാരണം തന്നെ. അപ്പോൾ നല്ല ഗ്രേവിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് ഉണ്ടാക്കുകയാണ്. ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, അങ്കമാലി. അപ്പോൾ നമ്മൾ പാചക രംഗങ്ങളൊക്കെ പഠിക്കാനായിട്ട്, പാചക കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ എത്താവുന്നതാണ് കേട്ടോ. നമ്മൾ സോട്ട് ചെയ്ത ഒനിയനൊക്കെ അതിലിട്ടു. ഇനി കുക്കാക്കി. ഇനി അധികമായിട്ട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കുക്കായി നല്ല ഫ്ലേവറായി നല്ല ടെക്സ്ചറായി. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഏതെങ്കിലും ബ്രെഡിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കണം. താങ്ക് യു ടു എവരിബഡി. സജീസ് ഫ്ലേവർ ടൈൽ. ഇതിന് ഡൗട്ട് നിങ്ങൾ തീർച്ചയായും ചോദിക്കണം. താങ്ക് യു. എൻജോയ് ദ ലൈഫ്. ബൈ. സജീസ് ഫ്ലേവർ ടൈൽ.